അന്ന് നടന്ന മുഖാമുഖത്തിന്റെ അതേ നിലപാടിൽ തന്നെ തുടർന്ന് നടന്ന എഴുത്തുകുത്തുകളുടെ നിലപാടിൽ തന്നെയാണ് ഞങ്ങളോട് വന്നിട്ടുള്ളത്. അന്ന് നടന്ന മുഖാമുഖം എ പി അബ്ദുൽ ഖാദർ മൗലവി നേതൃത്വം നൽകുന്ന KNM-ന്റെ പേരിൽ നടന്ന ഒരു ആദർശ സമ്മേളനത്തിലാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ഇദ്ദേഹം ഉയർത്തി കാണിക്കുന്നത് ഞങ്ങളുടെ സംഘടന നിങ്ങളുടെ ആ KNM-ന് കൊടുത്ത KJU-വിന് കൊടുത്ത കത്തുമാണ്. അതിൽ ഞങ്ങളെ സംഘടനയെ അംഗീകരിക്കൂല എന്ന് പറഞ്ഞിട്ട് ഔദ്യോഗികമായ ആ വേദിയിൽ നിങ്ങൾ പറയും. അപ്പൊ സ്വാഭാവികമായും ആ പരിപാടി സംഘടിപ്പിച്ച ആളുകൾക്കാണ് നമ്മൾ കത്ത് കൊടുക്കുന്നത്. അവര് നിങ്ങളെ ഏൽപ്പിക്കുന്നു. അപ്പൊ ആ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർ നിങ്ങളെ ഏൽപ്പിച്ച ആളുകൾ ഇവർ ഈ സംഘടനയുമായൊന്നും യാതൊരു ബന്ധവുമില്ലാതെ ഈ സംവാദത്തിന് വരുന്നു പറഞ്ഞിട്ട് ഒരു അഡ്രസ് ഇല്ലായ്മ നിങ്ങൾ നടിക്കാൻ എന്താണ് കാരണം എന്നാണ് ബഹുമാനപ്പെട്ട മുസ്ലിയാർ പറഞ്ഞത് മനസ്സിലാണ്ട്. അതാണ് ഇത്രയും നേരം വ്യക്തമായത്. മുസ്ലിയാർ പറഞ്ഞത് കൃത്യമായിട്ട് എന്താ വെച്ചാല്, പിന്നെ ഇവിടെ അദ്ദേഹം ഒരു കത്തുയർത്തി കാട്ടി, എന്തുകൊണ്ട് നിങ്ങളിത് സ്വീകരിക്കുന്നില്ല, അതിന് ഞങ്ങളൊരു മറുപടി അവിടെ പറഞ്ഞു. അത് അദ്ദേഹം സ്വീകരിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കൂല, നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ കേന്ദ്രമായിട്ട് വാദപ്രദം, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, ഞങ്ങൾക്ക് അഡ്രസ് ഉണ്ട്, നിങ്ങൾക്ക് അഡ്രസ് ഉണ്ട്, അങ്ങനെ പറഞ്ഞ് അദ്ദേഹം വാദപ്രദം നിങ്ങൾ ഏക്കാൻ തരില്ല എന്ന് പറഞ്ഞ് പോയാൽ മതി. ഞങ്ങൾ പറഞ്ഞത് എന്താ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കത്ത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. അപ്പോൾ അദ്ദേഹം അടുത്ത ചോദ്യം ഉന്നയിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ തുറന്നു പറഞ്ഞു. ഞങ്ങളുടെ നിലപാട് KNM-ന്റെ കേരള ദൗത്യൽ മുജാഹിദീൻ നടത്തിയ ആ പരിപാടിയിൽ വെച്ചുകൊണ്ട് KNM-നെ അദ്ദേഹം വെല്ലുവിളിച്ചപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള മറുപടി അവിടുന്ന് കൊടുത്തു. എന്നിട്ട് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ആ സദസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. അത് അദ്ദേഹം അംഗീകരിച്ചിട്ടാണ് അദ്ദേഹം കത്ത് തരുന്നത്. അല്ലെങ്കിൽ പിന്നെ കത്ത് തരേണ്ട കാര്യമുണ്ടോ? നേരത്തെ നിങ്ങൾ ഓൾറെഡി കത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ആ കത്തിൽ തന്നെ ചർച്ച നടന്നാൽ മതിയല്ലോ. നിങ്ങളൊരു സംഘടനയുടെ ഔദ്യോഗിക വേദിയിലാണ് നിങ്ങൾ സംസാരിച്ചത്. ആ സംഘടനയുടെ അഡ്രസ് നിങ്ങളിപ്പോ നിഷേധിക്കുന്നത് എന്തിനാണെന്ന് അതിനാണ് മറുപടി പറഞ്ഞത്. അല്ല, അതിനാണ് മറുപടി പറയുന്നത്. ഒരൗദ്യോഗികമായ സ്റ്റേജിൽ നിന്ന്, കേരള ദൗത്യൽ മുജാഹിദിന്റെ ഔദ്യോഗികമായ സ്റ്റേജിൽ നിന്നിട്ടാണ് എന്തെടുക്കുന്നത്, സംസാരിക്കുന്നത് എന്താണ്, KNM-വുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. KNM-വുമായി ബന്ധപ്പെട്ടൊരു മറുപടി പറഞ്ഞു കൊടുത്തു. അത് അദ്ദേഹം മനസ്സിലാക്കി. അതിനുശേഷമാണ് അദ്ദേഹം മറ്റൊരു തലത്തിൽ ഇത് കൊണ്ടുപോകാമോ എന്ന് ചോദിക്കുന്നത്. അതിന് ഞങ്ങൾ സൊല്യൂഷൻ, പരിഹാരം പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് സംവാദമല്ലേ നടക്കേണ്ടത്, സംവാദം ഞങ്ങൾ നടത്താൻ ഒരുക്കമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൊണ്ടുവരൂ യാസ്മിൻ, അസർ നിസ്കാരം കഴിഞ്ഞ് നമുക്ക് കരാർ എഴുതി പിരിയാം എന്നാണ് അന്ന് ഞാൻ യാസ്മിനോട് പറഞ്ഞിട്ടുള്ളത്. അത് അംഗീകരിച്ചത് കൊണ്ടാണല്ലോ അദ്ദേഹം അന്ന് നിന്നില്ലെങ്കിലും പിന്നീട് അദ്ദേഹം നാസർ സലഫിയുമായി ചേർന്നിട്ട് ഞങ്ങൾക്ക് കത്ത് കൈമാറിയിട്ടുള്ളത്. അപ്പൊ KNM-ന്റെ നിലപാട് KNM സദസ്സിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കുകയും നിങ്ങൾക്കത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്രസ് ഇല്ലാതെ നിങ്ങൾ അഡ്രസ്സുള്ള കേരള ദൗത്യൽ മുജാഹിദിന് കത്തെഴുതുകയും അഡ്രസ്സുള്ള കേരള ദൗത്യൽ മുജാഹിദീൻ അന്ന് അവിടെ വെച്ചിട്ട് കേരള ദൗത്യൽ മുജാഹിദിന്റെ സ്റ്റേജിൽ നിന്നാണത് പറഞ്ഞതെന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് അന്ന് അവിടെ പങ്കെടുത്ത പണ്ഡിതന്മാർക്ക് കത്ത് കൈമാറുകയും അങ്ങനെ നസീർ സാഹിബിനെ അത് ഏൽപ്പിക്കുകയും നസീർ സാഹിബ് നിങ്ങളുമായി കത്തിടപാട് ഇതുവരെ നടത്തുകയും അങ്ങനെ ഇതുവരെ മുന്നോട്ട് പോയി. ഇപ്പോൾ അത് എന്തോ ബേജാറ് പോലെ എന്തോ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇതുവരെയും നമ്മൾ സുഗമമായി പോയി. ഇനി അങ്ങോട്ടും നമ്മൾ ഇതേ രൂപത്തിൽ സുഗമമായി പോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്നതാണ്. ചുരുക്കം പറഞ്ഞ അഡ്രസ് ഇല്ലാത്തവരായിട്ട് നിങ്ങൾ വന്നേക്കുന്നത് അല്ലേ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് ഈ തന്ന കത്തില്ല, ജില്ലാ സെക്രട്ടറിയുടെ കത്ത് കിട്ടി, ജില്ലാ സെക്രട്ടറി കത്ത് അയച്ചാൽ ഞങ്ങൾ കിട്ടി എന്ന് പറഞ്ഞിട്ട് അപ്പോഴൊന്നും എതിർത്തൊരു കത്ത് തരട്ടെ. നിങ്ങൾ എന്തുകൊണ്ട് തന്നില്ല? ഞങ്ങൾ വെറും വ്യക്തിപരമായിട്ടാണ് വരാൻ ഉദ്ദേശിക്കുന്ന സഹോദരൻ. പിന്നെ താങ്കൾ എന്തിനാ ജില്ലാ സെക്രട്ടറി കത്ത് കൊടുക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കാത്തത്? അപ്പൊ അത് ഇതുവരെയും എത്തിച്ചിട്ട് അവസാനം കൊണ്ട് ഈ ഒരു പരിപാടി കാണിക്കുന്നത് വല്ലാത്തൊരു സാധാരണ ഗതിയിൽ തരുന്ന പരിപാടിയാണ്. മാത്രവുമല്ല, KNM-ന്റെ എന്നുള്ളൊരു പരിപാടി വെച്ച് ഞങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങൾ ആരെ ചോദിച്ചത്? വെറും ഒരു അനസ്മസിലാരല്ല അവിടെ ഞങ്ങൾ വെല്ലുവിളിച്ചത്. ഞങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ആ കത്തോട് ഞാൻ പറഞ്ഞല്ല, ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവരാണല്ലോ മുജാഹിദ് പ്രസ്ഥാനം നിങ്ങൾ പറയുന്നത്. എന്നാൽ നിങ്ങൾ സലഫി ആക്കിയതെന്ന് വ്യതിചലിക്കാത്തവരല്ലേ പറയുന്നത്. എന്തുകൊണ്ട് പിന്നെ ഞങ്ങൾ 2007 കത്ത് നിങ്ങൾ വന്നില്ല എന്ന് ചോദിക്കുന്ന ആരോടാ? അനസ്മസിലാരോടാ? മുനീർ മദനിയോടാ? റഷീദ് മദനിയോടായിരുന്നോ? ആ സെക്രട്ടറി അങ്ങനെയല്ല. നിങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരാളെയാണ്. നിങ്ങൾ എന്ന് പറയാൻ തന്നെ ബഹുവചനല്ലേ? നിങ്ങൾ എല്ലാവരെയും അത് അവിടെ വന്ന് മാത്രം പ്രസംഗിച്ച പണ്ഡിതന്മാർക്കാണ് ഞങ്ങൾ ആദ്യം കത്ത് കൊടുത്തത് അല്ലല്ലോ. ആ കത്തിൽ എഴുതിയിരിക്കണം എന്താണ്? അന്നും എഴുതിയിരിക്കുന്നതിനടുത്ത് ഇപ്പോൾ എഴുതിയിരിക്കുന്നത് അബ്ദുൽ ഖാദർ മൗലവി നേതൃത്വം വയ്ക്കുന്നത്. നിങ്ങൾക്ക് എന്ത് അഡ്രസ് ഇല്ലാതെ വരാൻ മാത്രം ഇത്രയും കുഴപ്പം? നിങ്ങൾ അഡ്രസ്സോട് വാ, അന്ന് ധൈര്യപൂർവ്വം നിങ്ങൾ അഡ്രസ് ഉള്ളവരല്ലേ, ധൈര്യമായിട്ട് അന്തസ്സോട് പറയും ഞങ്ങൾ അഡ്രസ് ഉള്ളവരാണ്, ഞങ്ങൾ വന്നിരിക്കുന്നു. നിങ്ങൾ അഡ്രസ് ഇല്ലാത്ത മടവരികളുമായിട്ട് അഡ്രസ്സുള്ള ഞങ്ങൾ എന്താ ധൈര്യം ചോർന്നു പോയോ? സ്റ്റേജിൽ വെച്ച് വെല്ലുവിളിച്ചപ്പോൾ ഞങ്ങൾ അഡ്രസ് ഇല്ലാത്തവർ വെല്ലുവിളിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ ചോർന്നു പോയി? ഇപ്പോൾ ധൈര്യം KNM എന്ന പേര് ഉപയോഗിക്കണോ വേണ്ടയോ ഒക്കെ പിന്നെ തീരുമാനിക്കും ഇൻഷാ അല്ലാഹ്. മറിച്ച് ഇവിടെ ഉസ്താദ് ഒരു കാര്യം പറഞ്ഞു, വാക്കിന് ഉറപ്പുള്ളയാളാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സലാം സുല്ലമിയെയും CP ഉമർ സുല്ലമിയും തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും പണ്ഡിതന്മാരെ നിങ്ങൾ കൊണ്ടുവന്നോ?
ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണെന്ന് നിങ്ങൾ പറഞ്ഞു. എന്നാൽ ഇൻഷാ അല്ലാഹ് അത്തരത്തിലൊരു സംവാദത്തിന് കത്തുമായിട്ട് വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ? എന്നാൽ ഇൻഷാ അല്ലാഹ് അത്തരത്തിലൊരു സംവാദത്തിന് കത്തുമായിട്ട് വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ? എന്നാൽ ഇൻഷാ അല്ലാഹ് അത്തരത്തിലൊരു സംവാദത്തിന് കത്തുമായിട്ട് വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ? അഡ്രസ് ഇല്ലാത്ത മഴവരികളുമായിട്ട് അഡ്രസ്സുള്ള ഞങ്ങൾ എന്താ ധൈര്യം ചോർന്നു പോയോ? സ്റ്റേജിൽ വെച്ച് വെല്ലുവിളിച്ചപ്പോൾ ഞങ്ങൾ അഡ്രസ് ഇല്ലാത്തവരെന്ന് വെല്ലുവിളിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ ചോർന്നു പോയപ്പോ ധൈര്യം? നിങ്ങൾ തുറന്നു പറയും ഞങ്ങളുടെ അഡ്രസ് ഇത് ഞങ്ങൾക്ക് തൽക്കാലം ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയതാണ്, ഞങ്ങൾ തിരുത്തി പറയേണ്ടതായിരുന്നു കത്തിൽ, അന്നേ തിരുത്തി പറഞ്ഞില്ല, സോറി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട പുതിയൊരു സംവാദത്തിന് നമ്മൾ തയ്യാറാകാൻ ഞങ്ങൾ ഔദ്യോഗികമല്ലാതെ നിങ്ങളുടെ അഡ്രസ് ഇല്ല, ഞങ്ങളുടെ അഡ്രസ് ഇല്ല. ഇതെന്താ തൂണിന്റെ താഴെ അങ്ങോട്ടും ഇങ്ങോട്ടും കവല ചർച്ച അല്ലല്ലോ, ദീനാണ്, പോനാട്ടക്കളിയില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് അഡ്രസ് അല്ലെ ഞങ്ങൾക്ക് അഡ്രസ് വയ്ക്കാനുള്ള ഇത് ഏതെന്താണ് നിങ്ങളുടെ അഡ്രസ്സിൽ എന്തേത്? അതുകൊണ്ട് സംവാദം കേവലം ഒരു ചന്തയിലുള്ള വർത്തമാനമാക്കി മാറ്റാതെ ദീനിന്റെ വിഷയമായിട്ട് ദൂരത്തോട് എടുത്തുകൊണ്ട് സംസാരിക്കണം താല്പര്യം. അതിനിവിടെ ചന്ത വെച്ച് സംവാദം നടത്താൻ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ ഔദ്യോഗികമായിട്ട് എഴുത്തുകുത്ത് നടത്തി അത് കരാറിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ട് ഔദ്യോഗികമായിട്ട്, പിന്നെ അല്ലാതെ ഔദ്യോഗിക അനൗദ്യോഗികമായിട്ട് നടക്കുമോ? ഔദ്യോഗികമായിട്ട് തന്നെ നടക്കണം. അല്ലാതെ എന്താ ഔദ്യോഗിക കുറവ്? നിങ്ങൾക്ക് ഔദ്യോഗികത ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഔദ്യോഗികത ഉണ്ട്. അതിനെ പറഞ്ഞു ഞങ്ങൾക്ക് ഔദ്യോഗികത ഉണ്ടെന്നേ, അതിനെ പറഞ്ഞത്. അതെന്താ നിങ്ങൾക്ക് ഔദ്യോഗിക കുറവുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുണ്ടാ, ഞങ്ങൾക്ക് ഔദ്യോഗികത ഉണ്ട്, അതുകൊണ്ടാ പറയണത്. അപ്പോ വാക്കുമ്പോ പിടിക്കാൻ പഠിച്ചില്ലേ? ഇത്ര നേരം സംസാരിച്ചപ്പോ വാക്കുമ്പോ പിടിക്കാൻ പഠിച്ചില്ലേ? അപ്പോ മനസ്സിലാക്കണം എന്താന്ന് ചോദിച്ചാല്, ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് വെച്ചാല് കൃത്യമാണ് സംഗതി. ഇപ്പൊ അദ്ദേഹം പിന്നെയും അഡ്രസ്സിന്റെ കാര്യം പറയണത്. ഞങ്ങൾക്ക് അഡ്രസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ അഡ്രസ്സിൽ കത്ത് തന്നത്. അവിടെ നിങ്ങൾക്ക് അഡ്രസ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ അഡ്രസ് വെക്കാതിരുന്നത്. മനസ്സിലായില്ലേ? അത് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് സ്വീകരിച്ച രൂപമാണ് ഞങ്ങൾ പറഞ്ഞത്. എല്ലാം ഒരുപോലെയല്ലേ ഞങ്ങൾ സ്വീകരിക്കുക. സംഘടന വന്നാൽ സംഘടന വഴി ഞങ്ങൾ സ്വീകരിച്ചോളാം. ഞങ്ങൾ ആരുമായി സംവാദം നടത്തണമെന്ന് സംഘടന കൂടി തീരുമാനിച്ചോളാം. അത് ഞങ്ങളുടെ സംഘടന പ്രശ്നമാണ്. അത് നിങ്ങളുടെ പഠനം. നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാതിരിക്കുന്നതല്ല ഞങ്ങളുടെ സംഘടന. ഞങ്ങളുടെ സംഘടന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംഘടന എടുക്കുന്ന നിലപാട് ആ നിലപാടനുസരിച്ച് മുന്നോട്ട് പോകും. ഇവിടെ സ്വീകരിച്ച നിലപാട്, നിങ്ങൾ സംഘടനക്കാണ് കത്ത് കൊടുത്തത്. ഏതാണ് സംഘടന? ഏതാ സംഘടന? KNM ആണ് സംഘടന. കേരളത്തിൽ മുജാഹിദിന്റെ ജില്ലാ കമ്മിറ്റിക്ക് നിങ്ങൾ കത്ത് കൊടുത്തു. കത്ത് കൊടുത്തത് ഏതടിസ്ഥാനത്തിലാണ്? ഇവിടെ അവരൊരു മുഖാമുഖം നടത്തി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ആര്? കേരളത്തിൽ മുജാഹിദിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒരു മുഖാമുഖം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ KNM അനുവദിച്ച സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ചോദ്യം ചോദിക്കുകയും ആ ചോദ്യത്തിൽ വെല്ലുവിളിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്ത് ആ രൂപത്തിലായതുകൊണ്ടാണ് KNM സ്വീകരിച്ചിട്ട് അന്ന് മുഖാമുഖത്തിൽ പങ്കെടുത്ത ആളുകൾ അത് ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം, ഞങ്ങൾ ആ മുഖാമുഖം നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റി ഞങ്ങളുടെ കയ്യിലേക്ക് കത്ത് കൈമാറിയിട്ടുള്ളത്. ഞങ്ങളത് സ്വീകരിച്ചിട്ടാണ് നസീർ സാഹിബിനെ ഏൽപ്പിച്ച് നിങ്ങൾക്ക് കത്തുന്നത്. ആ ചാനലിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അത് നിങ്ങളോട് ഞങ്ങൾ തുറന്നു പറഞ്ഞു, വ്യക്തമാക്കി തന്നു. പക്ഷേ ഇപ്പോൾ ഇത്രയും സമയം നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടതില്ലായിരുന്നു. ഇപ്പോ ഈ രംഗത്ത് ഏതായിരുന്നാലും ഉള്ള രണ്ടാളുകളുണ്ട് അപ്പുറത്ത്, ഈ ഭാഗത്ത് ഞാനുണ്ട്. ഇനി വേണമെങ്കിൽ ഒരാളെ കൂടി നിങ്ങൾക്ക് എഴുതാം. എന്തേ നമുക്ക് തമ്മിൽ അലി സാഹിബ്, നമ്മൾ പലപ്പോഴും സ്റ്റേജിൽ ഗണന നടത്തുന്നവരാണ്, നമുക്ക് തമ്മിൽ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ അലി സാഹിബിന് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് അദ്ദേഹം വ്യക്തമാക്കിക്കൊള്ളട്ടെ. നമ്മെ സംബന്ധിച്ചത് ഞാൻ ഔദ്യോഗികമായി എനിക്ക് ഔദ്യോഗികത ഉണ്ട് എന്നതൊക്കെ തന്നെ നിങ്ങൾക്ക് കത്ത് കൈമാറാനോ നിങ്ങളുമായി ചർച്ച നടത്താനോ നിങ്ങളുമായി എഴുത്തുകുത്തുകൾ നടത്താനോ ഞാൻ ഒരുക്കമാണ്. നമ്മൾ തമ്മിൽ ഈ വിഷയമാവാം, അതല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന സലാം സുല്ലമിയുമായി ഈ വിഷയമാകാം, അതല്ലെങ്കിൽ മൻസൂർ അലി സാഹിബ് ഈ രംഗത്ത് എഴുതുകയും പറയുകയും ചെയ്യുന്ന ആളാണ്, അദ്ദേഹവുമായി സംവാദമാകാം. നാസർ സലഫിയാണ്, അദ്ദേഹവുമായി സംവാദമാകാം. യാസ്മിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ കഴിയാത്തതുകൊണ്ട് അപ്പൊ നാസർ സലഫിയാണ്, അദ്ദേഹവുമായും നമുക്ക് സംവാദം ആകാം. ഈ രൂപത്തിൽ എങ്കിലും ഒരു ചർച്ച നമ്മളിവിടെ കൂടിയവരെന്ന നിലക്ക്, ഇത് നടക്കാതെ പോകരുന്ന നിലക്ക്, നമ്മളിവിടെ കൂടിയവരെന്ന നിലക്ക് നേർക്ക് നേരെ പരസ്പരം എഴുതി കൈമാറി നമുക്ക് സംവാദത്തിലേക്ക് നീക്കങ്ങൾ നടത്താം. ഒരുപാട് നടത്തിപ്പോ വൈദ്യുതിയായിട്ടൊക്കെ പണ്ട് മുമ്പ് നിങ്ങൾ നടത്തിയത് മധ്യസ്ഥനൊക്കെ അടയുന്ന ആളാണ്. അപ്പൊ നിങ്ങൾ സംവാദം നടത്തി പരിചയമില്ലാത്ത ആളാണെന്ന് എന്തായാലും ഞാൻ പറയില്ല, നിങ്ങൾ സംവാദം നടത്തി പരിചയമുള്ള ആളാണ്. അപ്പൊ ഏതായിരുന്നാലും നമ്മെ സംബന്ധിച്ച് ഞങ്ങൾ കുന്നത്തേരിലും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്തൊക്കെ സംവാദം നടത്തുന്ന ആൾക്കാരുമാണ്. അപ്പൊ നമ്മൾ തമ്മിൽ ഏതായിരുന്നാലും സംവാദം നടത്തി നല്ല ശീലമുള്ള ആളുകളായതുകൊണ്ട് നമുക്കറിയാം. അടക്കം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എളുപ്പം. അപ്പൊ അങ്ങനെ അത് ചില സൂചന ഒക്കെ പഠിക്കണം. അപ്പൊ ഏതായിരുന്നാലും അപ്പൊ ആ രൂപത്തിൽ നമുക്ക് നിൽക്കാൻ ചർച്ചയാവാം. നമുക്കിപ്പോ ഒരു രസം എന്നുള്ളത് പറയണത് ദേഷ്യം പിടിപ്പിക്കാൻ പറയല്ല, രസത്തിന് വേണ്ടി പറയണേ. അപ്പൊ ഏതായിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ ചർച്ച നടത്തി നമുക്കിതൊരു ഒരു അവസ്ഥയിലെത്തിച്ചാലും പാവം യാസ്മിനെ അദ്ദേഹത്തിന് പിന്നെ പുറത്തേക്ക് നാട്ടുകാർ ഇവിടെ വള്ളക്കടവിലൊക്കെ മൂപ്പര് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം അദ്ദേഹത്തിന് നിലനിന്ന് പോകാൻ നമ്മളിവിടെ ഒന്നും ആകാതെ പിരിഞ്ഞെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വിഷമാവും. അതുകൊണ്ട് നമുക്കിപ്പോ തൽക്കാലത്തേക്ക് ഒരു അവസ്ഥയിലെത്തിയിട്ട് നമുക്കിപ്പോ ഏതായിരുന്നാലും കത്ത് കൈമാറി പിരിയാം എന്നാണ് ലാസ്റ്റ് അവസാനമായി എനിക്ക് പറയാനുള്ളത്. അവസാനം ഇപ്പൊ ഞാൻ എന്നെ കൊണ്ട് ചെയ്യാവുന്ന അത്രയും ഞാൻ മാക്സിമം യാസ്മിനെ എനിക്ക് കൊണ്ട് ചെയ്തു തരാം. ഈ രൂപത്തിൽ നമുക്ക് ആവാം എന്നാണ് ചുരുക്കി സൂചിപ്പിക്കുന്നത്. യാസ്മിന്റെ നിലനിൽപ്പിൽ നിങ്ങൾക്ക് ഒരുക്കണ്ട